Good morning to all. 9th സ്റ്റാൻഡേർഡിലെ ബയോളജിയുടെ സെക്കൻഡ് യൂണിറ്റ് ഫസ്റ്റ് ക്ലാസ് ടോട്ടൽ 5ാമത്തെ ക്ലാസ്സാണ് ഇന്ന് ഞാനിവിടെ എടുക്കാൻ പോകുന്നത്. നാം ആഹാരം കഴിക്കുന്നത് എന്തിനു വേണ്ടി? ഊർജം ലഭിക്കുന്നതിന്. ആഹാരത്തിൽ നമുക്ക് ഊർജം എങ്ങനെ ലഭിക്കും? ആഹാരം ദഹിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാകുമ്പോൾ ആഹാരം എങ്ങനെ ദഹിക്കും? അതാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ആഹാരത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാകുന്നത്? അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ന്യൂട്രിയൻസ് ആൻഡ് ദെയർ ഫങ്ഷൻ. ഇതിനകത്ത് ഈ ചാപ്റ്ററിൽ ഇന്ന് പഠിക്കാനുള്ളത് ഫുഡ് ഇൻസൈഡ് ദ മൗത്ത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത് ആൻഡ് സലൈവ ആൻഡ് ഡൈജഷൻ. ഇതിനകത്ത് നമുക്കൊരു ചാർട്ട് തന്നിട്ടുണ്ട്. ന്യൂട്രിയൻസിൻ്റെ പേര്, അതിൻ്റെ ഫങ്ഷൻ നോക്കി. ന്യൂട്രിയൻസ്, കാർബോഹൈഡ്രേറ്റ്, ധാന്യകം, പ്രൊഡക്ഷൻ ഓഫ് എനർജി ഊർജം നൽകുന്നതാണ് ധാന്യകം. പ്രോട്ടീൻ, ബിൽഡിംഗ് അപ്പ് ഓഫ് ബോഡി ടിഷ്യൂ, ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും കേടുപാടുകൾ നികത്തുന്നതിനും അത് സഹായിക്കും. പ്രോട്ടീൻസ് പറഞ്ഞു. ഫാറ്റ് എന്ന് പറഞ്ഞാൽ കൊഴുപ്പ്, ഊർജം നൽകുന്നു. പ്രൊഡക്ഷൻ ഓഫ് എനർജി. മിനറൽസ്, ധാതുക്കൾ, കൺട്രോൾ ലൈഫ് പ്രോസസ്സ്, നമ്മുടെ പല്ല്, എല്ല് ആദിയായുടെ വളർച്ചയ്ക്കും നാഡികൾക്കും പേശികളുടെ വളർച്ചയ്ക്കും ഒക്കെ പ്രയോജനം ചെയ്യും. വൈറ്റമിൻസ്, കൺട്രോൾ ആൻഡ് ഹെൽപ്പ് ദ ബോഡി ആക്ടിവിറ്റി, ദഹനത്തിന് ശേഷമുള്ള ഉപാപചയ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും കണ്ണിൻ്റെ ആരോഗ്യത്തിനും വൈറ്റമിൻസ് ആവശ്യമാണ്. വാട്ടർ, ജലം ശരീരത്തിന് എല്ലാ പ്രവർത്തനങ്ങൾക്കും, ആരോഗ്യ പ്രവർത്തനങ്ങൾക്കെല്ലാം ആവശ്യമാണ്. ഈ ചാർട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അന്നേരം ഡൈജഷൻ്റെ ഒരു ഡെഫിനിഷൻ പറയാമോ? ഡൈജഷൻ ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് കോംപ്ലക്സ് ഫുഡ് മെറ്റീരിയൽസ് ഇൻറ്റു സിംപ്ലർ ഫോംസ്. വലിയ ആഹാര സാധനങ്ങളെ ചെറുതാക്കി നമുക്ക് ശരീരത്തിന് ദഹിക്കത്തക്ക രീതിയിൽ ആക്കുന്നു. ഇവിടെ അന്നപഥം എന്ന് പറയുമ്പോൾ അന്നപഥത്തിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ പുസ്തകത്തിലൊരു പടമുണ്ട്, അത് പൂരിപ്പിക്കുകയും ചെയ്യണം. മൗത്ത്, ഈസോഫാഗസ് അല്ലെ ഫുഡ് പൈപ്പ്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. ദെൻ ഇവിടെ റെക്റ്റം എന്നും പറഞ്ഞൊരു സ്ഥലമുണ്ട്. റെക്റ്റം കഴിഞ്ഞിട്ടാണ് ഏനസ്, അതായത് വായ, അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ, മലാശയം. Food inside the stomach. The next part is food inside the stomach. What changes happen to food inside the stomach? വായിൽ വരുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്നു? ഫുഡ് ഈസ് മസ്റ്റിക്കേറ്റഡ് ബൈ ദ ടീത്ത് അല്ലേ? ഫുഡ് ഈസ് മസ്റ്റിക്കേറ്റഡ് ബൈ ദ ടീത്ത് മിക്സ് വിത്ത് സലൈവ ആൻഡ് ദ സ്ട്രക്ചർ ആൻഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് ടീത്ത് ഈസ് സ്യൂട്ടബിൾ ടു മസ്റ്റിക്കേറ്റ് ദ ഫുഡ്. ആഹാരം ചവച്ചരയ്ക്കുന്നതിന് പല്ല് സഹായിക്കുന്നു. സലൈവയുമായിട്ട് ഉമിനീരുമായിട്ട് മിക്സ് ചെയ്യുന്നു. ഈ പല്ലുകൾ പുറമേ നോക്കിയാൽ ആകൃതിയിലും അതിൻ്റെ അറേഞ്ച്മെൻറ്റിലും സ്ട്രക്ചറിലും ഒക്കെ വ്യത്യാസമുണ്ടെങ്കിലും അവ പല 4 തരം പല്ലുകളാണ് നമുക്ക് കാണപ്പെടുന്നത്. അതിനെ ഒന്ന് നമുക്ക് നിരീക്ഷിക്കാം. 4 തരം പല്ലുകൾ. ഇത് നിങ്ങൾ പൂരിപ്പിക്കേണ്ടതുണ്ട്. ഇൻസിസേഴ്സ്, കനൈൻ, പ്രീമോളാസ് ആൻഡ് മോളാസ്. അതായത് ഉളിപ്പല്ല്, ഇൻസിസേഴ്സ്. ഉളിപ്പല്ല് എന്ന് പറഞ്ഞാൽ ഉളി പോലെ ഇരിക്കും. നമ്മൾക്ക് ദാറ്റ് ഹെൽപ്പ് ടു ബൈറ്റ് ആൻഡ് കട്ട് ഫുഡ്. ആഹാരം കടിച്ചു മുറിക്കുന്നതിന് അത് സഹായിക്കും. കനൈൻ ടീത്ത്, കോമ്പല്ല്. പട്ടിയുടെയൊക്കെ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന 4 പല്ലുകൾ കണ്ടിട്ടില്ലേ? കാർണിവോറസ് ആനിമൽസിന് എല്ലാത്തിനും ഇതുണ്ട്. നമുക്കും ഉണ്ട് കോമ്പല്ല്, പക്ഷെ അത്ര നീളമില്ലെന്നേ ഉള്ളൂ. ഈ പല്ലുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നേ? എന്ത് ചെയ്യും പറഞ്ഞ്? കനൈൻ ടീത്ത് ഹെൽപ്പ് ടു ടിയറിങ് ഫുഡ് കടിച്ചു മുറിക്കുന്നതിന്, കടിച്ച് കീറുന്നതിന് സഹായിക്കും. പ്രീമോളാസ് എന്ന് പറഞ്ഞാൽ അഗ്രചർവണകം. അഗ്രചർവണകം എന്തിനു സഹായിക്കും? ഹെൽപ്പ് ടു ചൂ ദ ഫുഡ്. ആഹാരം ചവയ്ക്കുന്നതിന് സഹായിക്കും. മൊളാസ് എന്ന ചർവണകം ഹെൽപ്പ് ടു ഗ്രൈൻഡ് ദ ഫുഡ്. ആഹാരം കടിച്ചു പൊടിക്കുന്നതിന് സഹായിക്കും.
നോക്കി ഈവൻ ദോ അങ്ങനെയെങ്കിലും teeth vary in their morphology and function. They shows a similarity in their internal structure. പക്ഷെ കാണുമ്പോൾ നമുക്ക് പല വ്യത്യാസമുണ്ടെങ്കിലും അവയുടെ സ്ട്രക്ചർ ഒരുപോലെ തന്നെയാണ്. ഇൻറ്റേർണൽ സ്ട്രക്ചർ നമുക്ക് നോക്കാം. 2 പല്ലുകളുടെ ഛേദമെടുത്ത് നമുക്ക് നോക്കാം. ഇവിടെ കോമ്പല്ലും ചർവണകവുമാണ് എടുത്തിരിക്കുന്നത്. കനൈൻ ടീത്ത് ആൻഡ് മോളാർ. നോക്കി അതിന് എല്ലാത്തിനും ഒരേ ഭാഗങ്ങളാണ്. നോക്കി ഫസ്റ്റ് പാർട്ട് 3ആയിട്ട് തിരിക്കാം അല്ലേ? ക്രൗൺ, നെക്ക് ആൻഡ് റൂട്ട്. ക്രൗണിൻ്റെ ഭാഗത്ത് നമ്മൾ കാണുന്ന ഭാഗം വെള്ളയാണ്. വൈറ്റ് കളർ ആൻഡ് ഹാർഡസ്റ്റ് പാർട്ട് ഡെഡ് സെൽസ്, ഡെഡ് ടിഷ്യൂ കൊണ്ടാണ് ഇനാമൽ നിർമ്മിച്ചിരിക്കുന്നത്. വൈറ്റ് കളറാണ്, ഹാർഡസ്റ്റ് പാർട്ടാണ്. അതാണ് നമ്മുടെ പല്ലിന് മുകളിലേക്ക് കാണുന്ന വെള്ളഭാഗം. Second part is dentine living tissue which forms the tooth. അതായത് ജീവനുള്ള ഭാഗം അവിടെയാണ് പല്ലിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത്. കണ്ടില്ലേ? ഇതും കനൈൻ ടീത്തിൻ്റെ ഈ ഭാഗവും. Then third part is pulp. Soft connective tissue seen in the pulp cavity, blood vessels, lymph duct and nerve fibers are also seen there. അവിടെ എന്തൊക്കെ കാണാം? പൾപ്പ് ക്യാവിറ്റിയിൽ മൃദുവായ യോജക കലകൾ കൊണ്ട് നിർമ്മിച്ചതാണ് രക്തക്കുഴലുകളും ലിംഫ് വാഹികളും നാഡീതന്തുക്കളും അവിടെ കാണപ്പെടുന്നു. സിമിൻറ്റം മോണയിൽ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ച് നിർത്തുന്നതിന് സഹായിക്കുന്നതാണ്. കാൽസ്യം കൊണ്ട് നിർമ്മിതമാണിത്. കാൽസ്യം കണ്ടെയ്നിങ് കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് ഹോൾഡ്സ് ദ ടീത്ത് ടു ദ സോക്കറ്റ് ഓഫ് ദ ഗം. നമ്മുടെ ഈ അണകളിലെ പല്ലിനെ ഉറപ്പിച്ച് നിർത്തുന്നത് അതാണ്. The structure of teeth is suitable to break down food materials to smaller particles. What is the role of tongue in this process? പല്ലുകൊണ്ട് ചവച്ചരയ്ക്കുമ്പോൾ നാക്കിന് അവിടെ എന്ത് ഫങ്ഷനാണുള്ളത്? ടങ് ഹെൽപ്പ് ദ ടീത്ത് ടു മസ്റ്റിക്കേറ്റ് ഫുഡ് മെറ്റീരിയൽസ് ആൻഡ് മിക്സ് വിത്ത് സലൈവ. അത് ആഹാര സാധനം പല്ലിനിടയിൽ വന്ന് ചവച്ചരയ്ക്കുമ്പോൾ നീങ്ങിപ്പോവും. അതിനെ നീക്കി കൊടുക്കുന്നത് ടങ്ങാണ്. അതുപോലെ നാക്കിൽ ബഡ്സ് ഉണ്ട്. ദ ടേസ്റ്റ് ബഡ്സ് ഇൻ ദ ടങ് ഹെൽപ്പ് ഇൻ ദ സെൻസേഷൻ ഓഫ് ടേസ്റ്റ്. നമ്മൾ രുചി അറിയുന്നത് നാക്കിലെ പല ഭാഗങ്ങളിലാണ്. ആ ടേസ്റ്റ് ബഡ്സ് നാക്കിൽ ഉണ്ട്. ദ നെക്സ്റ്റ് പാർട്ട് നമ്മൾ കടന്നു പോകുന്ന നെക്സ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ സലൈവ ആൻഡ് ഡൈജഷൻ. അവർ മൗത്ത് വാട്ടേഴ്സ് ദ മൂമെൻറ്റ് വെയിറ്റിംഗ് ഓഫ് ടേസ്റ്റ് ഫുഡ്. നമ്മൾ ടേസ്റ്റി ഫുഡിനെ പറ്റി ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ വായിൽ വെള്ളം വരാറുണ്ട്. വെയർ ഈസ് സലൈവ പ്രൊഡ്യൂസ്? എവിടെ നിന്നാണ് ഈ സലൈവ വരുന്നത്? ഡസ് സലൈവ പ്ലേ എനി റോൾ ഇൻ ദ പ്രോസസ് ഓഫ് ഡൈജഷൻ? സലൈവയിൽ എന്തെങ്കിലും സലൈവയ്ക്ക് ഫങ്ഷൻ ഉണ്ടോ ഡൈജഷനിൽ? ഉണ്ട്. ദർ ആർ 3 pairs ഓഫ് സലൈവറി ഗ്ലാൻഡ്സ് ഇൻ ദ മൗത്ത്. 3 തരം സലൈവറി ഗ്ലാൻഡ്സ് ഉണ്ട് സലൈവയിൽ. Saliva secreted from the salivary glands containing mucus, enzymes like salivary amylase and lysosome. മ്യൂക്കസിൻ്റെ ജോലി എന്താണ്? മ്യൂക്കസ് മേക്സ് ദ ഫുഡ് സ്ലിമ്മി, വഴുവഴുപ്പുള്ളതാക്കുന്നു. സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി സോളോഡ്, അല്ലേ? പെട്ടെന്ന് വിഴുങ്ങാനായിട്ട് സഹായിക്കും. Then the enzymes like lysosome to an extent എന്ത് ചെയ്യും? helps to destroy the germs that enter through the food. ഫുഡിൻ്റെ കൂടെ എന്തെങ്കിലും ജേംസ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നുവെങ്കിൽ അതിനെ വായിൽ വെച്ച് തന്നെ നശിപ്പിക്കാൻ ഈ ലൈസോസോമിന് കഴിയും. സലൈവറി അമലേസ് പാർഷ്യലി കൺവേർട്ട് സ്റ്റാർച്ച് ടു മാൾട്ടോസ് ദ ഫോം ഓഫ് ഷുഗർ. ഈ ഷുഗറിൻ്റെ ഒരു ഫോമായ മാൾട്ടോസാക്കി സ്റ്റാർച്ചിനെ മാറ്റാൻ ആർക്ക് കഴിയും? സലൈവറി അമലേസായ എൻസൈമിന് കഴിയും. നമുക്ക് 3 ജോഡി ഗ്ലാൻഡ്സ് ആണ്, സലൈവറി ഗ്ലാൻഡ്സ് ആണ് ഉള്ളത്. ഒന്ന് പരോട്ടിഡ്, ഇതാണ്. ദെൻ സബ് മാൻഡുലാർ, ഈ താടിയുടെ
നാക്കിൻ്റെ താഴെ ഭാഗത്ത് ഇച്ചിരി അണയിലേക്ക് മാറി വരുന്നതാണ്. രണ്ട് ഭാഗത്തുകൊണ്ട് സബ് ലിംഗ്വൽ. ഗുഡ് മോർണിംഗ്. 9ാം ക്ലാസ്സിലെ ബയോളജി 6ാമത്തെ ക്ലാസ്സാണെന്ന്. നമുക്ക് 2 മെയിനായിട്ടുള്ള ഭാഗങ്ങളിൽ കൂടെ കടന്നു പോകണം. ഫുഡ് ത്രൂ ഈസോഫാഗസ് ആൻഡ് ഫുഡ് ഇൻസൈഡ് ദ സ്റ്റൊമക്ക്. മോഡ് ഓഫ് സ്വോളോയിങ് ഫുഡ്, ആഹാരം എങ്ങനെ വിഴുങ്ങുന്നു, അതാണ് നമുക്ക് നോക്കേണ്ടത്. ലുക്ക് അറ്റ് ദ പിക്ചർ. നമ്മൾ വായിലെ രാസപ്രവർത്തനങ്ങൾ, സലൈവയുടെ പ്രവർത്തനങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ദ ടങ് കംപ്രസസ് ദ ഫുഡ് ഇൻ ടു ബോൾസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പാലേറ്റ്. പാലേറ്റിൻ്റെ സഹായം, പാലേറ്റ് എന്ന് പറഞ്ഞാൽ അണ്ണാക്കിൻ്റെ സഹായത്തോടുകൂടി നാക്ക് ആഹാരത്തെ ഇങ്ങനെ ഉരുളകളാക്കി മാറ്റും. ഈ ഉരുളകൾ മൂവ് ചെയ്ത് ഓവ്യൂളയുടെ അടുക്കിലേക്ക് വരുമ്പോഴത്തേക്കും, അതായത് അതിന് ഈസോഫാഗസിലേക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഓവ്യൂളയുടെ അടുക്കൽ വരുമ്പോഴത്തേക്ക് ഈ നേസൽ ക്യാവിറ്റിയിലേക്ക്, നാസാഗഹ്വരത്തിലേക്ക് ഭക്ഷണം കടന്നു പോകാതിരിക്കുന്നതിന് വേണ്ടി ഓവ്യൂള ക്ലോസേഴ്സ് ദിസ് പാർട്ട്. ഈ പാർട്ട് ഫാരിങ്സിലേക്ക് ഓപ്പൺ ചെയ്തിരിക്കുന്നതിനെ ഇവിടെ ഇട്ട് അടച്ചു വെക്കും. അടച്ചു വെച്ചാൽ ദിസ് ഫുഡ് ബോൾസ്, അതായത് ഉരുളകൾ ഉരുണ്ട് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ഈ ഫുഡ് പാർട്ട് ബോൾസിനെ ഈ എപ്പിഗ്ലോട്ടിക്സിൻ്റെ അടുക്കലോട്ട് വരുമ്പോഴത്തേക്ക് പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദ ടങ് അലൗ ഫുഡ് ടു മൂവ് ഓവർ ദി എപ്പിഗ്ലോട്ടിസ് ഇൻ ടു ഈസോഫാഗസ്. എപ്പിഗ്ലോട്ടിസിൻ്റെ ഉപരിതലത്തിൽ കൂടെ ഈ ഫുഡ് ബോൾസ് ഒഴുകി ഈസോഫാഗസിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. അതിനിവിടെ ഒരു ചെറിയ പ്രവർത്തനം നടക്കും. ഇതാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്ന ഭാഗം. ഈ എപ്പിഗ്ലോട്ടിസിന് അതേ സ്ഥലത്ത് തന്നെ നിൽക്കും. ബട്ട് ട്രക്കിയ റൈസസ് അപ്പ് ആൻഡ് ഈസ് ക്ലോസ്ഡ് ബൈ ദിസ് പാർട്ട്. ഈ പാർട്ട് മുകളിലേക്ക് പൊങ്ങി എപ്പിഗ്ലോട്ടിസ് വന്നിതിനെ ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്താൽ പിന്നീട് ഈ ഫുഡ് ബോൾസ് എവിടേക്ക് കിടക്കുകയില്ല, ശ്വാസനാളത്തിലേക്ക് കടക്കാതെ നേരെ ഈ ബോൾസ് എങ്ങോട്ട് പോകും? ഈസോഫാഗസിലേക്ക് തന്നെ കടന്നു പോകും. മനസ്സിലായോ? നാക്കിൻ്റെ പിൻഭാഗം ഭക്ഷണത്തിൻ്റെ ക്ലോമവിധാനത്തിന് ഉപരിതലത്തിലൂടെ കടന്നിങ്ങനെ പോകുന്നതിന് സഹായിക്കും. ആ സമയത്ത് നടക്കുന്നതാണ് ക്ലോമവിധാനം. എന്ത് ചെയ്യും? ശ്വാസനാളത്തെ മുകളിലേക്ക്, ഇതിനെ ശ്വാസനാളത്തെ മുകളിലേക്ക് ഉയർത്തി ഈ അടപ്പ് കൊണ്ടങ്ങ് അടയ്ക്കുന്നു. ഇനി വരെ വന്ന് ടച്ച് ചെയ്യുമ്പോൾ ഇതങ്ങ് അടയും. അന്നേരം ഫുഡ് പാർട്ടിക്കിൾസ് ശ്വാസനാളത്തിലേക്ക് കടക്കാതിരിക്കാൻ ആര് സഹായിക്കും നമ്മളെ? എപ്പിഗ്ലോട്ടിസ്. ഓവ്യൂള നേസൽ ക്യാവിറ്റിയിലേക്ക് ഭക്ഷണം കടക്കാതെ സഹായിക്കും. മനസ്സിലായോ? The relevance of saying that one should not talk while having food. ഇത് നിങ്ങൾക്കൊരു ഹോംവർക്കാണ്. നമ്മൾ പറയാറുണ്ട് സംസാരിക്കരുത്, ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാനോ ചിരിക്കാനോ പാടില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ദ ഫുഡ് റീച്ചസ് ദ സ്റ്റൊമക്ക് by the verve-like movement of the walls of the esophagus. This movement is called peristalsis. Peristalsis എന്നാണ് പറയുന്നത്. എന്തിൻ്റെ മൂവ്മെൻറ്റിനെ? ഈസോഫാഗസിൻ്റെ മൂവ്മെൻറ്റിനെ. നോക്കൂ, ഫുഡ് ബോൾസായിട്ട് നമ്മൾ ചെറിയ ബോളുകളായിട്ടാണ് വായിൽ നിന്ന് നമ്മൾ വിഴുങ്ങുന്നത്. നമ്മൾ പറഞ്ഞു ആരുടെ സഹായത്തോടു കൂടി? പാലേറ്റിൻ്റെ നാക്കിൻ്റെ സഹായത്തോടുകൂടി ഉരുളകളാക്കും. ഈ ഉരുളകൾ എപ്പിഗ്ലോട്ടിസ് കഴിഞ്ഞ് ഫുഡ് പൈപ്പിലേക്ക്, ഈസോഫാഗസിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഈ ഭക്ഷണം പ്രവേശിക്കുന്ന ഈ സ്ഥലം വികസിക്കുകയും കടന്നുപോയ ഭാഗം ഒറിജിനൽ പൊസിഷനിലേക്ക് വരികയും ചെയ്യും. കണ്ടോ? അതുപോലെ തന്നെ ഈ ഫുഡ് പാർട്ടിക്കിൾസ് എഗെയിൻ മൂവ് ചെയ്ത് ഈ ഭാഗത്ത് വരുമ്പോഴത്തേക്ക് ഇവിടെ ഇത്രയും ഭാഗവും ഒറിജിനൽ പൊസിഷനിലേക്ക് വരും. Then it starting to move towards the stomach. സ്റ്റൊമക്കിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുന്ന ഭക്ഷണ ബോളാണ്, ആഹാരത്തിൻ്റെ ബോളാണത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിന് ഒരു ഗുണമുണ്ട്. എന്ത് ചെയ്യാം? ഇതിന് ഈസോഫാഗസിലേക്ക് കടക്കാം. സ്റ്റൊമക്കിലേക്ക്, ഈസോഫാഗസിലൂടെ സ്റ്റൊമക്കിലേക്ക് കടക്കാം. അവിടെ ഫുഡ് ഇൻസൈഡ് ദ സ്റ്റൊമക്ക്. ആഹാരം എവിടെ? ആമാശയത്തിൽ. ആമാശയത്തിൽ വരുമ്പോൾ അതിന് വരുന്ന രാസമാറ്റങ്ങളാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്.
Slightly digested food in the stomach where further digestion takes place. സ്റ്റൊമക്കിൽ വരുമ്പോഴത്തേക്ക് പാർഷ്യലി ഡൈജസ്റ്റഡിൻ്റെ കുറച്ചുകൂടെ ഡൈജഷൻ നടക്കും. അതെങ്ങനെയാണ്? ഓൺ ദ ബേസിസ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് ഡിസ്ക്രിപ്ഷൻ അനലൈസിങ് 2.4 ആൻഡ് ഇല്ലുസ്ട്രേഷൻ 2.4 ആൻഡ് പ്രിപ്പയർ എ നോട്ട് ദ പ്രോസസ് ഓഫ് സ്റ്റൊമക്ക്. അത് ഫുഡിൻ്റെ സ്റ്റൊമക്കിൽ വരുന്ന രാസമാറ്റത്തെപ്പറ്റി നിങ്ങൾ ഒരു ചെറിയ നോട്ട് ഈ ഇല്ലുസ്ട്രേഷൻ കണ്ടിട്ട് എഴുതേണ്ടതായിട്ടുണ്ട്. A strong peristalsis in the stomach convert the food into paste form. ഈ സ്റ്റൊമക്കിൽ വരുമ്പോഴത്തേക്ക് ഈ ഭക്ഷണ സാധനങ്ങളിൽ കുറച്ചുകൂടെ പൊടിയാനും പേസ്റ്റ് ആകാനും ഉണ്ടെങ്കിൽ അവിടെ വെച്ച് പൊടി എങ്ങനെയെന്ന് പറയാം. A special circular muscles present in the stomach or the superior part of the stomach retain the food for a specific period. കുറേ നേരത്തേക്ക് നമ്മുടെ ആമാശയത്തിൽ ഈ ഫുഡ് കിടന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ ആ സുപ്പീരിയർ പാർട്ട് ഓഫ് ദ സ്റ്റൊമക്ക് ഹാവിങ് സം കൈൻഡ് ഓഫ് മസിൽസ്, ഒരു പ്രത്യേക തരത്തിലുള്ള മസിൽസ് ഉണ്ട്. മാത്രമല്ല അവിടെ ഗ്യാസ്ട്രിക് ജ്യൂസ് വരും. ഇതിനെ അമക്കി പെരിസ്റ്റാൾസിസ് മൂവ്മെൻ്റ് എന്നാണ് അതിന് പറയുന്നത്, കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ദ സ്റ്റൊമക്ക്. ദെൻ ഡിഫറെൻറ്റ് കമ്പോണൻസ് in the gastric juice secreted the gland inside the stomach walls also play a very important role in the process of digestion. ഇവിടെ ചില ഗ്യാസ്ട്രിക് ജ്യൂസുകൾ ആമാശയത്തിൽ ഗ്രന്ഥികൾ ദഹന പ്രക്രിയയിലേക്ക് ആമാശയത്തിലെ ആഹാരത്തെ മാറ്റുന്നതിന് വേണ്ടി ചില രാസപ്രവർത്തനങ്ങൾ അവിടെ നടക്കും. അതിനെ സഹായിക്കുന്നതാണ് ഗ്യാസ്ട്രിക് ജ്യൂസ് ദാറ്റ് ഈസ് സെക്രീറ്റഡ് ബൈ ദ വാൾസ് ഓഫ് ദ സ്റ്റൊമക്ക്. എങ്ങനെയാണത് നടക്കുന്നതെന്ന് നോക്കാം. ദിസ് ഈസ് ദ സുപ്പീരിയർ പാർട്ട് ഓഫ് ദ സ്റ്റൊമക്ക് ദാറ്റ് ഹാവിങ് സർക്കുലർ മസിൽസ്. ഈ മസിൽസിനെയാണ് സർക്കുലർ മസിൽസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സഹായത്തോടു കൂടി ഈ ഫുഡ് ഇവിടെ വരുമ്പോഴത്തേക്കും ഇതിനെ പെരിസ്റ്റാൾസിസ് മൂലം, പെരിസ്റ്റാൾസിസ് പറഞ്ഞാൽ മൂവ്മെൻറ്റ് ഓഫ് ദ സർക്കുലർ മസിൽസ് ഇൻ ദ സ്റ്റൊമക്ക്, ഇതുകൊണ്ട് ഇതിനെ ഒരു പേസ്റ്റ് പരുവത്തിലാക്കും. അതിനെ ദഹനം നടക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ വാൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ്ട്രിക് ജ്യൂസ് ആഹാരവുമായിട്ട് കലരുന്നു. അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചിട്ട് എഴുതണം. ദ റോൾ ഓഫ് മസിൽസ് ഇൻ ദ സ്റ്റൊമക്ക് വാൾ ഇൻ ഡൈജസ്റ്റീവ് പ്രോസസ്. ആമാശയത്തിൻ്റെ ഭിത്തികളിലെ പേശികൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ മസിൽസിൻ്റെ പ്രത്യേകത എന്താണ്, ഫുഡിന് അവിടെ വരുന്ന മാറ്റം എന്താണ്, അത് എഴുതണം. വാട്ട് ഈസ് ദ റോൾ ഓഫ് നോൺ എൻസൈം കമ്പോണൻറ്റ് ഇൻ ദ ഗ്യാസ്ട്രിക് ജ്യൂസ്. ആമാശയത്തിലെ എൻസൈമുകൾ അല്ലാത്ത ഘടകങ്ങൾ അവിടെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ആർ ദ ന്യൂട്രിയൻസ് ദാറ്റ് അണ്ടർഗോ ഡൈജഷൻ ഇൻസൈഡ് ദ സ്റ്റൊമക്ക്? ഹൗ? ആമാശയത്തിൽ വെച്ച് ഏതെല്ലാം പോഷകങ്ങളാണ് ദഹനത്തിന് വിധേയമാകുന്നത് എന്നെഴുതിയിട്ട് അത്